ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട്. കാണുന്നവരൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻഷുറൻസ് അസോസിയേറ്റിൻ്റെയാണ് കേട്ടോ. വേക്കൻസി ഇട്ടിരിക്കുന്നത് ആസ്റ്റർ ഹോസ്പിറ്റലിലാണ്. വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. വാക്കിൻ ഇൻ്റർവ്യൂ നാളെയാണ് 17/11/2025 10 മണി മുതൽ 2 മണി വരെ ആണ്. അതിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് അസോസിയേറ്റ്. എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് അവർ ചോദിച്ചിരിക്കുന്നത് ഹെൽത്ത് കെയറിലുള്ള ഏതെങ്കിലും ഡിഗ്രി മതി, പ്ലസ് മെഡിക്കൽ കോഡിങ്ങിലുള്ള സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് 1 വർഷത്തെ ചോദിച്ചിട്ടുണ്ട്, പ്ലസ് പിന്നെ മെഡിക്കൽ കോഡിങ്ങിലും എക്സലിലും ഒക്കെയുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. നാളെയാണ് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. 17/11/2025 ലാണ് 10 മണി മുതൽ 2 മണി വരെ. ആസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ HR ഓഫീസാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവർ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറൊക്കെ. അപ്പോൾ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ ആണ് കേട്ടോ. ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചിട്ട്. ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത്. യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ അതൊരു മാൻ പവർ ഏജൻസിയാണ്, അവർ സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി ഒപ്റ്റോമെട്രിസ്റ്റിന്റെ. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയും UCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളവരൊക്കെ യുണൈറ്റഡ് മാൻ പവറിന്റെ സൈറ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി എമർജൻസി നഴ്സസിന്റെ ആണ്. അത് മെയിൽ നഴ്സിനാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കൊക്കെ പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കൊക്കെ ആയിരിക്കും മെയിൽ നഴ്സിനുള്ള വേക്കൻസിയാണ്. എമർജൻസി നഴ്സസ് അത് നാട്ടിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് പിന്നെ ഡിപ്ലോമ മതി. ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പ്ലസ് എക്സ്പീരിയൻസ് കേട്ടോ. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിപ്ലോമ അല്ല, എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ഡാറ്റ ഫ്ലോ കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോമെട്രിക് എക്സാം ഒക്കെ ഡാറ്റ ഫ്ലോയും പ്രോമെട്രിക്കും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ മെയിൽ നഴ്സസ് ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻഫർമേഷൻ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. എബ്രോഡ് നിന്ന് അവർ ഹയർ ചെയ്യുന്നുണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത വേക്കൻസി ഒരു ഫീമെയിൽ പ്രൊക്യൂർമെന്റ് ഓഫീസറിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക. 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യൻ നാഷണൽസിനാണെന്ന് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീനിയർ പ്രൊക്യൂർമെന്റ് ഓഫീസർ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2 പ്രൊക്യൂർമെന്റ് ഓഫീസറിന്റെ വേക്കൻസി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ HR മാനേജറിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും HR മാനേജറിന്റെ പോസ്റ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ അൽമനാക്കിയ ക്ലിനിക്കിൽ നഴ്സസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെ 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ ഫ്ലോയും പ്രോമെട്രിക്കും ഒക്കെ കഴിഞ്ഞ് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള UCHP ലൈസൻസ് എടുക്കാൻ എലിജിബിലിറ്റി ഉള്ള നഴ്സസിനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഗൈനക്കോളജി, ഡെർമറ്റോളജിയിൽ ENT-യിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സസിനാണ് വേക്കൻസി ഇട്ടിരിക്കുന്നത്. ഖത്തറിലുള്ള വാലിഡ് ഖത്തർ ഐഡിയും NOC ഒക്കെയുള്ള നഴ്സസ് ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ അൽമലാക്കിയ ക്ലിനിക്ക് നഴ്സസിനെ ഹയർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇമെയിൽ ID ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ എഞ്ചിനീയറിനെയൊക്കെ പിന്നെ
ഹയർ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നാണ് ഹയറിങ്. അത് ഇട്ടിരിക്കുന്നത് ജെറി വർഗീസ് ആണ് കേട്ടോ. അപ്പൊ നാട്ടിൽ നിന്നുള്ള ഹയറിംഗ് ആണ്. നല്ല ഏജൻസിയാണല്ലോ, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസിയാണ് ജെറി വർഗീസ്. അപ്പോൾ അവരുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ഒക്കെ മെസ്സേജ് എനിക്ക് വരാറുണ്ട്, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവർ ജെറി വർഗീസിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവരുടെ ആ സൈറ്റിൽ അവർ ഒരുപാട് വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ടെക്നീഷ്യൻ, ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ, സീനിയർ പെർഫോമൻസ് മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേക്കൻസി അവർ പ്ലാനിങ് സീനിയർ പ്ലാനിങ് എഞ്ചിനീയർ, അങ്ങനെ സീനിയർ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇത്രയും പോസ്റ്റ് അവർ ഖത്തറിലേക്കാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് ഒക്കെയുള്ള എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ജെറി വർഗീസ് ഇട്ടിരിക്കുന്ന വേക്കൻസിയാണ്. അവരുടെ സൈറ്റ് ചെക്ക് ചെയ്യുക. ഇൻഫർമേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഒരു ഫാഷൻ സെയിൽസ് അസോസിയേറ്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ, പിന്നെ ഫാഷൻ മേഖലയിൽ ആരെങ്കിലും ഒക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ കമന്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ മെയിൽ നഴ്സസും ഫീമെയിൽ നഴ്സസും ഒക്കെ അവരുടെയൊക്കെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റോമെട്രിസ്റ്റ്, മെയിനായിട്ട് ഇൻഷുറൻസ് ഓഫീസേഴ്സിന്റെ ആണ്. നാളെയാണ് ആസ്ട്രോ ഹോസ്പിറ്റലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ജോലി നോക്കുന്നവരൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.